ഗായത്രി കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഗായത്രിയെ നോക്കിക്കൊണ്ട് കല്യാണിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. കല്യാണിയമ്മയുടെ കണ്ണിൽ നൂറ് ചോദ്യങ്ങളുണ്ടായിരുന്നു ഗായത്രിയോട് ചോദിക്കാൻ. എന്നാൽ അവരത് അവളോട് ചോദിച്ചില്ല. ഗായത്രിക്കും അവരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഇത്തിരി ഗൗരവമേറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, കല്യാണിയമ്മ, ഇപ്പോൾ ഇവിടെ നടന്ന കാര്യം രുദ്രനോ അച്ഛനോ ആരും അറിയരുത്. നമ്മളിൽ മാത്രം നിന്നാൽ മതി. പിന്നെ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്, അവളെ ഒന്ന് നോക്കിക്കോളണേ, ഞാൻ പോവുകയാണ് എന്നു പറഞ്ഞ് ഗായത്രി നടന്നു നീങ്ങി. കല്യാണിയമ്മ ഗായത്രിയെ നോക്കിയിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. ഗായത്രിയുടെ വാത്സല്യ ചൂട് കുറച്ചു നേരത്തേക്ക് കിട്ടാതിരുന്നത് കൊണ്ട് പാറുക്കുട്ടി വേഗം എഴുന്നേറ്റു. അവൾക്ക് മനസ്സിലായി ഗായത്രി അവളുടെ അടുത്തില്ലെന്ന്. എഴുന്നേറ്റ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ കല്യാണിയമ്മ എടുത്തു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് നടന്നു നീങ്ങുന്ന ഗായത്രി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഗായത്രിയുടെ ഉള്ളം വിങ്ങി. ആ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഓടിപ്പോയി കുഞ്ഞിപ്പെണ്ണിനെ എടുക്കണം എന്നവൾക്ക് തോന്നി. എന്നാൽ ഇനിയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയാൽ തനിക്ക് കുഞ്ഞിൽ നിന്ന് വേർപെടാനാവില്ല എന്നും തനിക്ക് കുഞ്ഞിനോട് അടുക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ട് ഗായത്രിയും ആ കരച്ചിൽ കേൾക്കാത്ത പോലെ നടന്നു നീങ്ങി. ആ നടത്തത്തിൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. തൻ്റെ വിധിയെക്കുറിച്ച് ആലോചിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനോട് മനസ്സിൽ ക്ഷമ പറയുന്നുണ്ടായിരുന്നു അവൾ. അവളുടെ അടുത്ത് പോവാത്തതിന്, അവളുടെ കരച്ചിൽ മാറ്റാത്തതിന്, അങ്ങനെ എല്ലാത്തിനുമായിട്ട്. അവിടെ ഗസ്റ്റ് ഹൗസിൽ കല്യാണിയമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാനേ പറ്റിയില്ല. ഒരുപാട് സൗണ്ട് ഇട്ട് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ സൗണ്ട് മെല്ലെ മെല്ലെ ചെറുതാവാൻ തുടങ്ങി. അവളിൽ നിന്ന് ചെറിയൊരു ഏങ്ങൽ മാത്രം പുറത്തു വരാൻ തുടങ്ങി. ഗായത്രിക്ക് ആ ഏങ്ങൽ ശരിയല്ലെന്ന് തോന്നിയതും അവൾ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു നടന്നു. ഗായത്രിയുടെ നടത്തം വേഗത്തിലായി. കരച്ചിൽ സൗണ്ട് കുറയുന്നതനുസരിച്ചിട്ട് അവൾ കുഞ്ഞിൻ്റെ അരികിലെത്തി. അവളെ കണ്ടതും കല്യാണിയമ്മ ഒന്ന് നോക്കി. കാരണം അത്രയ്ക്ക് വെപ്രാളം ഉണ്ടായിരുന്നു ഗായത്രിയുടെ മുഖത്ത്. ഇത്തവണ തൻ്റെ ദേഷ്യം എന്ന കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഗായത്രി പുറത്തേക്ക് വന്നു. അവളുടെ ദേഷ്യമൊന്നും കുഞ്ഞിപ്പെണ്ണിൻ്റെ മുമ്പിൽ ചെലവായില്ല. അവൾക്ക് എല്ലാത്തിലും വലുത് ഇപ്പോൾ ആ കുഞ്ഞായി മാറിയിരിക്കുന്നു. അത് അവൾ പോലും അറിയാതെയാണെന്ന് മാത്രം. അവൾ കുഞ്ഞിനെ യാതൊന്നും പറയാതെ കല്യാണി അമ്മയുടെ അടുത്തു നിന്ന് വാങ്ങി. കുഞ്ഞ് അവളുടേതാണ് എന്ന രീതിയിലായിരുന്നു അവൾ വാങ്ങിയത്. എന്നിട്ട് അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മയുടെ മണം കുഞ്ഞിന് കിട്ടിയത് കൊണ്ടാവാം അവൾ കരച്ചിൽ നിർത്തി. എന്നാലും ചെറുതായിട്ട് തേങ്ങുന്നുണ്ട്. ഗായത്രിയെ കാണുന്തോറും ആ കുഞ്ഞു ചുണ്ടുകൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എന്തിനോ വേണ്ടി. എന്തിനാ അമ്മ എന്നെ വിട്ടുപോയേ എന്ന് പറയുന്ന പോലെ. കുഞ്ഞു കരച്ചിൽ നിർത്തിയത് കണ്ടതും കല്യാണിയമ്മ ചോദിച്ചു, മോളെ കാണാണ്ടിരുന്നത് കൊണ്ടാണോ കുഞ്ഞ് കരഞ്ഞത്? എത്ര പെട്ടെന്നാ മോളെ കുഞ്ഞിന് മനസ്സിലായത്? കുഞ്ഞ് മോളോട് പരാതി പറയാ, എന്തിനാ എന്നെ വിട്ടുപോയേ എന്നൊക്കെ കല്യാണിയമ്മ അതിശയത്തോടെ പറഞ്ഞു. കല്യാണി പറഞ്ഞത് കേട്ടപ്പോൾ ഗായത്രിയുടെ കണ്ണിൽ നിന്ന് ഒരു കുഞ്ഞു തുള്ളി കവിളിലൂടെ ഒളിച്ചിറങ്ങി. കൂടാതെ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. അവൾ തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. എന്നിട്ട് ഗായത്രി കുഞ്ഞിനെ തലോടി അവളുടെ കവളിൽ അമൃത്തി ചുംബിച്ചു. അപ്പോഴും കുഞ്ഞ് ഗായത്രിയെ അള്ളി പിടിച്ചിരിക്കുമായിരുന്നു. ഇനിയും വിട്ടുപോകാതിരിക്കാൻ എന്ന വണ്ണം. ഗായത്രിക്കും തോന്നിയില്ല തൻ്റെ നെഞ്ചിൽ നിന്ന് അവളെ അടർത്തി മാറ്റാൻ. അവൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് കല്യാണിയമ്മയോട് ചോദിച്ചു, കല്യാണിയമ്മ, അച്ഛൻ എവിടെയാണെന്ന്. മോളെ, സാറ് മരുന്ന് കഴിച്ചിട്ട് ഉച്ചമയക്കത്തിലായി, കല്യാണിയമ്മ മറുപടി പറഞ്ഞു. ആണോ? എന്നാൽ ഞാൻ റൂമിൽ ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിലാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുഞ്ഞിൻ്റെ ഒപ്പം ഇവിടെ ഇരിക്കാം. രുദ്രൻ വരാൻ എന്തായാലും ഓഫീസ് ടൈം ആവും. അതുവരെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തിരിക്കും. പക്ഷേ ഈ കാര്യം വേറെ ആരും അറിയരുത് എന്നു പറഞ്ഞ് അത് കേട്ടതും കല്യാണിയമ്മയ്ക്ക് അതെന്തിനാ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവരത് ചോദിച്ചില്ല. ശരിയെന്ന് തലയാട്ടം മാത്രമാണ് ചെയ്തത്. ഗായത്രി കുഞ്ഞിനെ ബെഡിൽ കിടത്തി. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനോട് ചേർന്ന് കിടന്നു. ആ കിടപ്പ് കാണുന്ന കല്യാണിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഗായത്രി ഒരു കുഞ്ഞിനോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കാണണം എന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഗായത്രിയുടെ പോക്ക് എങ്ങോട്ടെ എന്നറിയാതെ. കാരണം പാറൂട്ടി
സ്വന്തം മോളല്ലല്ലോ. അവരെ കുറച്ചു നേരം നോക്കിയ ശേഷം കല്യാണിയമ്മ പുറത്തേക്ക് പോയി. പിന്നെ അങ്ങോട്ട് ഗായത്രിയുടെയും കുഞ്ഞാവയുടെയും മാത്രമുള്ള സമയമായിരുന്നു. കുഞ്ഞാവ ആണെങ്കിൽ പതിവിൽ സന്തോഷത്തിലായിരുന്നു ഗായത്രിയുടെ സാമീപ്യത്തിൽ. ഗായത്രി കുഞ്ഞിനെ കുളിപ്പിച്ചു, പിരിയും കണ്ണൊക്കെ എഴുതിയും മുലയൂട്ടിയും കുഞ്ഞിനെ ഉറക്കിയും അങ്ങനെ ഇന്നൊരു ദിവസത്തേക്ക് അവൾ ശരിക്കുള്ള കുഞ്ഞിൻ്റെ അമ്മയായി മാറി. അവളും കുഞ്ഞും ഒരുപോലെ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ ഇന്ന് സബലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അമ്മയുടെ വാത്സല്യം ഒരു കുഞ്ഞിന് കൊടുക്കണമെന്ന് ഗായത്രി ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നതല്ലേ. അതുപോലെ ജനിച്ചിട്ട് ഇന്നേ വരെ ഒരമ്മയുടെ സ്നേഹമോ കരുതലോ കിട്ടാതിരുന്ന കുഞ്ഞാവയും ചിലപ്പോൾ ആഗ്രഹിച്ചു കാണില്ലേ അങ്ങനെ ഒരു തലോട്. അത് രണ്ടും ഇന്ന് സബലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സമയം 5 മണിയായി. രുദ്രൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായി. സമയം ഒരുപാട് വേഗം സഞ്ചരിച്ച പോലെ തോന്നി ഗായത്രിക്ക്. കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ്. അത് അറിയാവുന്നത് കൊണ്ട് കല്യാണി അമ്മയെ വിളിച്ച് അടുത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ വീണ്ടും കല്യാണി അമ്മയെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു, ഇന്നത്തെ കാര്യം ആരോടും പറയല്ലേ എന്ന്. എന്നിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് അവളെ ഒന്ന് തലോടിയ ശേഷം ഗായത്രി റൂമിലേക്ക് പോയി. അവൾക്ക് പോവാനേ മനസ്സുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ പോയല്ലേ പറ്റൂ. അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവളുടെ ചങ്ക് തകരുന്ന വേദനയായിരുന്നു അവൾക്ക് തോന്നിയിരുന്നത്. റൂമിലെത്തിയതും ഗായത്രി കരയാൻ തുടങ്ങി. പക്ഷേ ഈ കരച്ചിൽ സന്തോഷത്തിൻ്റെ ആയിരുന്നു. ആ കുഞ്ഞ് തൻ്റേത് തന്നെയാണെന്ന വിശ്വാസം അവളുടെ ഉള്ളിൽ പതിഞ്ഞു പോയിരുന്നു. കുഞ്ഞാവയോടൊപ്പം ചെലവഴിച്ച മുഴുവൻ നേരവും. രുദ്രൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പാറുമോള് എന്നത്തേക്കാളും സന്തോഷത്തിലായിരുന്നു. അവളുടെ കുഞ്ഞു കണ്ണും കുഞ്ഞു പിരിയും ഒക്കെ കൺമഷി കൊണ്ട് നന്നായി നീട്ടി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. സാധാരണ നെറ്റിയിൽ വലിയൊരു പൊട്ട് മാത്രമേ കുഞ്ഞിപ്പെണ്ണ് വെക്കാറുള്ളൂ. രുദ്രന് മോളെ കണ്ടപ്പോൾ ഇന്നൊരുപാട് പ്രത്യേകത തോന്നി. അവൾ ഉറക്കം എണീറ്റിട്ട് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഗായത്രി പോയ ശേഷം രുദ്രനെ കണ്ടതുകൊണ്ടാവാം. കയറിയ പാടെ കുഞ്ഞിനെ എടുത്തു രുദ്രൻ. കുഞ്ഞിപ്പെണ്ണ് പല്ലില്ലാത്ത വായി കൊണ്ട് അവൻ്റെ കവളിൽ ഒരു കുഞ്ഞു കടി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബാക്കി എന്താ നടക്കുന്നേ എന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഇനിയും ശനിയും ഞായറും ഒഴിച്ച് എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാവേ. മാക്സിമം CHSL എക്സാമൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അതാ ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബിന്ദു ചേച്ചി, സജിത ചേച്ചി, ഇതിൽ ആരോ ഫസ്റ്റ് കണ്ടൊക്കെ ഇടും. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫസ്റ്റ് ആണ് അവർ കമൻറ്റ് ഇട്ടോന്നാ നോക്കുക. പിന്നെ വർഷ, വൈഷ്ണവി, അമ്മൂസ്, രേഖ ചേച്ചി, പിന്നെ വണ്ടർഫുൾ യൂട്യൂബ് ചാനൽ, അവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.